ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ലോങ് വീഡിയോ ഇടാന്ന്. ഇതിപ്പോൾ നോമ്പ് 3-ന് എടുത്ത വീഡിയോ ആണ്. നമുക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇതിങ്ങനെ വൈകി പോയി. ഈ ചെറിയ കുട്ടിനെ വെച്ച് നോമ്പ് വെക്കില്ല എന്ന് പറയുമ്പോൾ ഒത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ വെക്കും. അത് നമ്മുടെ ലക്ഷ്യം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണോ? അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല. ഓരോ തിരക്കുകളും കൊണ്ട് ഇങ്ങനെ വൈകി പോവുകയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മാണെങ്കിലും നമ്മൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഇതെന്ന് വെച്ച് വീട്ടു ജോലി ചെയ്യൽ ബുദ്ധിമുട്ടാണ്. രണ്ടാൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. പിന്നെ അടുക്കള ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട്. ഒന്ന് പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിക്കണം. മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് ഇങ്ങനെ കണ്ടൻറ് ക്രിയേറ്ററാണ്, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. പക്ഷേ നമ്മുടെ മടി മാനക്കേട് ചമ്മലൊക്കെ കൊണ്ട് നമ്മൾ ചെയ്യാണ്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ആഗ്രഹമൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ എഡിറ്റ് ചെയ്യാനറിയാം. വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. ഈ 2 കുട്ടികളും വീട്ടുജോലിയും വീട്ടുകാര്യങ്ങളും കൊണ്ടും. എന്നാൽ എനിക്കൊരു ചെറിയ മാനക്കേടും ഉണ്ട്. ക്യാമറ നോക്കി സംസാരിക്കാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് ചെറിയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് വയ്ക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന കമൻറ്റാണ് എൻ്റെ തെറ്റ് തിരുത്താൻ. അപ്പോൾ എൻ്റെ കിച്ചണിലെ കാര്യങ്ങൾ, മൂത്ത മോൾക്കുള്ള അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ മോൾക്ക് പാല് കാച്ചാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം ഫുള്ളായി ടോട്ടലി സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച പാല് കാച്ചാൻ. അതിന് മുമ്പ് കിച്ചൺ ക്ലീൻ ചെയ്തു. മൂത്ത മോൾക്കുള്ള കട്ടൻ ചായ കൊടുത്തു. മെല്ലെ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് നമ്മളിതാ ഒരാളിനെ തൊട്ടിട്ട് ആട്ടി ഉറക്കിയിട്ടുണ്ട്. കാരണം അവൾ ഉറങ്ങിയാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വീട്ടിൽ. അങ്ങനെ ഞാനിതാ മെല്ലെ ഒരാളിനെ ഉറക്കിയിട്ടുണ്ട്. ഫുഡും പാലൊക്കെ കൊടുത്ത് തൊട്ടിട്ട് ആട്ടി ഉറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കി വിരിച്ചു. പിന്നെ അപ്പോഴേക്കും എണീറ്റ് രണ്ടാമത്തെ ആൾ. കാരണം ഇത്തിരി റിസ്ക്കാണ്. കൂടുതൽ നേരം ഒന്നും ഉറങ്ങില്ല, കുറച്ച് നേരം ഉറങ്ങുള്ളൂ. പിന്നെ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഉറങ്ങി വെച്ചിട്ട് ഒരു ഗ്ലാസ് പാലും കൊടുത്തിട്ട് ഈവനിങ് ആയപ്പോൾ മെല്ലെ വീട്ടിലേക്ക് പോയി. കാരണം അവിടെ സിസ്റ്റർ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വൈകിട്ടുള്ള എണ്ണക്കടിയൊക്കെ മേടിച്ചിട്ട്, നോമ്പ് തുറക്കാനുള്ള എണ്ണക്കടിയൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ പോണ നോക്കിൽ എണ്ണക്കടിയൊക്കെ മേടിച്ചിട്ടാണ് പോയത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പക്ഷേ അവിടെയും ഞാൻ തന്നെ എനിക്കുള്ള നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ അവൾക്ക് വയ്ക്കില്ല. അതുകൊണ്ട് ശരി എനിക്കുള്ള ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുമല്ല, ഈ ഷമാമ് ഞാൻ ആദ്യമായിട്ടാണ് ജ്യൂസൊക്കെ അടിക്കുന്നത്. ഇതെങ്ങനെയാണ് അടിക്കുന്നത് എന്ന് യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയില്ല ഈ സാധനം. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴും ഞാനല്ല വാങ്ങിച്ചത്, എൻ്റെ സിസ്റ്ററാണ് വാങ്ങിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നതെന്ന്. അങ്ങനെ ഞാനത് ജ്യൂസ് അടിച്ചു. പാലും പഞ്ചസാരയിട്ട് മാത്രം, ഇത്രേ ഉള്ളൂ, സിമ്പിൾ പണി. അങ്ങനെ ഞാനത് ജ്യൂസ് അടിക്കാം കേട്ടോ ചെയ്ത്. അങ്ങനെ നോമ്പ് തുറക്കാൻ ഷമാമ് ജ്യൂസ് ഷെയ്ക്കാന്നുള്ളത് എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല. ചിലത് ജ്യൂസ് പറയും, ചിലത് ഷെയ്ക്ക് പറയും. കുറേ ദിവസം പാലിങ്ങനെ കൈതവറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷമാമും ഷെയ്ക്കും പിന്നെ സർബത്ത് വെള്ളം കലക്കിയത് ഇത് അടിച്ച് ഷമാമ റെഡി ആയിട്ടാണ്. പിന്നെ വരുമ്പോൾ തന്നെ സമൂസയും. അങ്ങനെ പിന്നെ ഞാൻ ഷമാമ അടിച്ചു വെച്ചു. പിന്നെ വരുമ്പോൾ തന്നെ സമൂസയും മുട്ട ബജിയും മസാല ബോണ്ടൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ കൊടുത്ത കേൾക്കില്ല പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് നിന്നതാണ് സംഭവം. പിന്നെ തിരിച്ച് പോകാതെ എനിക്ക് ഓർമ്മയില്ല കൊതിൻ്റെ ഇത് കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.